മതിയായ ചികിത്സ കിട്ടാതെ മരണത്തിന് കീഴടങ്ങിയ ഒരു ഗവർണറുണ്ട് കേരളത്തിൽ. പേര് സിക്കന്ദർ ഭക്ത്. ഇന്ന് ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പുറവിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖലക്കെതിരെ സമരവാസം നടത്തുന്ന UDF കേരളം ഭരിക്കുമ്പോഴായിരുന്നു സിക്കന്ദർ ഭക്ത് എന്ന ഗവർണർക്ക് ചികിത്സ കിട്ടാത്തത് മൂലം മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. ഇങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങളാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ മരണത്തിന് വിട്ടുകൊടുക്കുന്ന തരത്തിൽ സംസ്ഥാനത്ത് UDF കാലത്ത് അരങ്ങേറിയത്. എന്നാൽ അതൊക്കെ വിസ്മരിച്ചുകൊണ്ട് LDF സർക്കാരിനും ആരോഗ്യ മേഖലക്കുമെതിരെ കള്ളം പ്രചരിപ്പിക്കുന്ന തിരക്കിലാണ് UDFന്റെ യുവതുർക്കികൾ. AK ആന്റണി മുഖ്യമന്ത്രിയും കടവൂർ ശിവദാസൻ ആരോഗ്യമന്ത്രിയുമായിരിക്കുമ്പോഴായിരുന്നു സിക്കന്ദർ ഭക്ത് ചികിത്സ കിട്ടാതെ മരിച്ചത്. രാജ്യത്ത് ആദ്യമായിട്ടായിരുന്നു അങ്ങനെയൊരു സംഭവം. 2004 ഫെബ്രുവരി 19 ഗവർണറെ വയറുവേദന കാരണം തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. 23 രാത്രി അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അണുബാധ ബാധിച്ചായിരുന്നു മരണം. എന്നാൽ ചികിത്സാ പിഴവായിരുന്നു മരണകാരണമെന്ന് ഒരു വിഭാഗം ഡോക്ടർമാർ ആരോപിച്ചു. കേരളത്തിലെ ആരോഗ്യ മേഖലയെ രാജ്യത്തിന് മുമ്പിൽ നാണം കെടുത്തിയ സംഭവം കൂടിയായി സിക്കന്ദർ ഭക്തിന്റെ മരണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ SIT ആശുപത്രിയിൽ നിന്ന് 15 കുട്ടികൾ അണുബാധയേറ്റ് മരിച്ചതും UDF ഭരണകാലത്ത് തന്നെ. നടുക്കുന്ന ഓർമ്മയാണ് കേരളം ഇന്നും ഈ സംഭവത്തെ ഓർക്കുന്നത്. അന്ന് ഒരു വർഷത്തിനിടെ 400ഓളം കുട്ടികളാണ് മരിച്ചത്. അതിൽ 15 കുട്ടികളുടെ മരണകാരണം അണുബാധയായിരുന്നു. അന്നത്തെ ഹെൽത്ത് സെക്രട്ടറി ആയിരുന്ന രാജീവ് സദാനന്ദന് ഇതേക്കുറിച്ച് ആശുപത്രി അധികൃതർ റിപ്പോർട്ട് നൽകിയിരുന്നു. ഉമ്മൻചാണ്ടി ഭരണകാലത്ത് പ്രസവ വേദനയെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയ ചേർത്തല സ്വദേശിയായ യുവതി പ്രസവിച്ചത് അത്യാഹിത വിഭാഗത്തിലെ കക്കൂസിലാണ്. 2014 ഒക്ടോബർ 11 സംഭവം. ജനറൽ ആശുപത്രിയിലെ 9ാം വാർഡിൽ മരിച്ച രോഗിയുടെ മൃതദേഹം മറ്റു രോഗികൾക്കൊപ്പം കിടത്തിയ ക്രെഡിറ്റും അന്നത്തെ ആരോഗ്യമന്ത്രി VS ശിവകുമാറിനുള്ളതാണ്. അന്നത് വലിയ വിവാദമായിരുന്നു. നേഴ്സുമാരായിരുന്നു ഇരുട്ടിൽ മൃതദേഹം അക്കാലത്ത് മോർച്ചറിയിൽ എത്തിച്ചിരുന്നത്. മെഡിക്കൽ കോളേജിൽ ജീവൻ രക്ഷാ മരുന്നുകൾ കക്കൂസിൽ സൂക്ഷിച്ചതും വലിയ വാർത്തയായി. അന്നും ആരോഗ്യമന്ത്രി സീറ്റിലിരുന്നത് VS ശിവകുമാർ തന്നെ. UDF സർക്കാരിന്റെ കാലത്ത് അഴിമതിക്കും സ്വകാര്യ ആശുപത്രികളെ വഴിവിട്ട് സഹായിക്കാനും നടത്തിയ നീക്കങ്ങളുടെ ദുരന്തം എത്രമാത്രം എന്നതിന് ചില ഉദാഹരണങ്ങൾ മാത്രമാണിത്. മന്ത്രി VS ശിവകുമാറിനെതിരെ 2 വിജിലൻസ് അന്വേഷണമാണ് അക്കാലത്ത് നടന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ വിജിലൻസ് റെയ്ഡും നടന്നു. UDF കാലത്ത് സൗജന്യ കണ്ണട വിതരണ പദ്ധതിയിലും തട്ടിപ്പ് നടന്നിരുന്നു. ഇങ്ങനെ UDF കാലത്ത് രോഗാതുരമായ ആരോഗ്യ മേഖലയെ ചികിത്സിച്ച് ഭേദപ്പെടുത്തിയത് 2016 മെയ് 25 അധികാരത്തിലെത്തിയ LDF സർക്കാരാണ്. ആരോഗ്യ മേഖലയിൽ നടപ്പാക്കിയ ആർദ്രം പദ്ധതി കേരളത്തിന് കരുത്തു പകർന്നു. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളെ ഫാമിലി ഹെൽത്ത് സെന്ററുകളായി ഉയർത്തിയത് ജനങ്ങൾക്ക് ഏറെ സഹായകമായി. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ കൂടുതൽ ഡോക്ടർമാരെ നിയോഗിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിടങ്ങൾ നിർമ്മിച്ചു. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി. മെഡിക്കൽ കോർപ്പറേഷൻ വഴി സർക്കാർ ആശുപത്രികളിൽ മരുന്നെത്തിച്ചു. ഇതോടെ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന രോഗികളുടെ എണ്ണം കുത്തനെ കൂടി. നിപ്പയെ പിടിച്ചുകെട്ടി. കോവിഡ് കാലത്ത് കേരളത്തിന്റെ ആരോഗ്യ മേഖല ജനങ്ങൾക്ക് നൽകിയ കരുതലും ആത്മവിശ്വാസവും ആര് മറക്കാനാണ്. ജനകീയാരോഗ്യ രംഗത്ത് കേരളം കൈവരിച്ച ഈ നേട്ടങ്ങളാണ് കള്ളപ്രചരണത്തിലൂടെ തകർക്കാൻ UDF ശ്രമിക്കുന്നത്. ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സൗകര്യമൊരുക്കിയ സർക്കാരിനെതിരെ രാഷ്ട്രീയ പ്രേരിത സമരം നടത്തുന്ന UDF ശിക്ഷിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ തന്നെയാണ്, ജനങ്ങളെ മാത്രമാണ്.